இன்னும் கொஞ்சம் நேரம் இன்னும் கொஞ்சம் நேரம் இன்னும் கொஞ்சம் நேரம் இருந்தாதா என்ன അവസരം എന്ന അവസരം ഇല്ല പൊന്നെ. ഇങ്ങോട്ട് വരുമ്പോൾ എന്നോട് പറഞ്ഞത് ആ പാട്ട് പാടരുത്. റിഹേഴ്സൽ കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഓക്കെ ഓൾ ദി ബെസ്റ്റ് അങ്ങനെ പറയും. എൻ നിമിഷങ്ങളാനന്ദ ശലഭങ്ങളായി ഇന്നലെയുന്നു നിന്നോർമ്മയാ. എനിക്ക് നമുക്ക് മെലഡിയാണ് കുറച്ചുകൂടെ പാടാൻ ഇഷ്ടവും. കുറെ പെൺകുട്ടികള് വിധിച്ചേട്ടനെ കാണാനായിട്ട് മെർമെയ്ഡിൽ വരും. എന്നിട്ട് അവിടെ റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ പോയിരുന്ന് വിധിച്ചേട്ടനായിട്ട് കുറെ നേരം സംസാരിക്കും. അങ്ങനെ ഫാൻസ് കുറച്ച് കൂടുതലുള്ളത്. എനിക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കും. കൊടുക്കാറുണ്ട് ഞാൻ. ശരിക്കും അങ്ങനെ കുത്തുകുത്തായിട്ട് സേവ് ചെയ്ത ഒരു കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല, ഉള്ളത് പറയാനില്ല. നേരെ നോക്കി തുടങ്ങിയാലും പയ്യെ പാട്ടിന്റെ പകുതി ആകുമ്പോ പയ്യെ ഇങ്ങോട്ട് തന്നെ പോകും. അതെങ്ങനെ അത് എനിക്ക് അറിയില്ല എന്താ. എനിക്ക് ഒരിടക്ക് നല്ല ടെൻഷനായിരുന്നു. അപ്പൊ ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ കട്ടിലിന് മുകളിൽ എന്തെങ്കിലും കുറച്ച് ഹൈറ്റുള്ള എന്തെങ്കിലും കയറി നിന്നിട്ട് സ്റ്റേജ് ഒന്ന് ഇമാജിൻ ചെയ്യും. നമ്മൾ ആ സ്റ്റേജ് നിൽക്കുന്നതെല്ലാം. ഞാനിപ്പോൾ ഒരു പാട്ട് പാടി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്നത് എന്റെ മെന്ററുണ്ട് ശരത് ചേട്ടൻ. ചേട്ടനടുത്ത് ചോദിക്കും, ചേട്ടാ എന്തൊക്കെയാണ്. ഞാൻ ആക്ച്വലി ഒറിജിനൽ പഠിച്ചാ പോയത്. അപ്പൊ അങ്ങനെ മെന്റേഴ്സ് പറയും അവിടെ നമുക്ക് എല്ലാം ഡിഫറെന്റ് ആക്കാന്ന് പറഞ്ഞു. പിന്നെ അവര് തന്നെ ഓരോ ഞങ്ങളും പിന്നെ ഓരോ സജഷൻസ് പറയും. ചേട്ടനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ഒരു കാരണവശാലും ജഡ്ജസിനെ നോക്കി പാട്ട് പാടാത്ത വിധിരാജും ജഡ്ജസിനെ കൂടെ പാടിക്കുന്ന കൃഷ്ണശ്രീയും രണ്ടുപേരും ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ടാലൻസ് ആണ്. ഏറെക്കുറെ അത്ഭുതങ്ങൾ, മിറാക്കിൾസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ്. ഇവരുടെ ഈ ഒരു ചെറുപ്പം കാണുമ്പോഴാണ് ഇവരുടെ പ്രായത്തിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്നത് എന്ന് നമ്മളെ വിചിന്തനം ചെയ്യുന്ന രണ്ട് ടാലൻസ് ആണ്. രണ്ടുപേരെയും വലിയ അഭിമാനത്തോടു കൂടി മൂവി വേൾഡ് മീഡിയ വെൽക്കം ചെയ്യുന്നു. നമസ്കാരം. ഇപ്പൊ നിങ്ങൾക്ക് പേഴ്സണലി രണ്ടുപേരും എല്ലാവരും അനുമോദിക്കുന്ന ഒരു സമയമാണ്. ഇപ്പൊ എല്ലാവരും നിങ്ങളുടെ ഈ കൺഗ്രാജുലേഷൻസ് കൊണ്ടും അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല കാര്യങ്ങളെ കൊണ്ടൊക്കെ ഇങ്ങനെ പവർ ചെയ്യുന്ന ഒരു സമയമാണ്. ശരിക്കും നിങ്ങൾ ഏത് പോയിന്റാണ് നിങ്ങളുടെ സ്വയം ടാലന്റിനെ തേച്ച് മിനിക്കുന്നത്? ആരാണ് നിങ്ങളെ കറക്റ്റ് ചെയ്യുന്നത്? കറക്റ്റ് ചെയ്യുന്ന മെയിനായിട്ട് അവിടുത്തെ ഗ്രൂമേഴ്സ് തന്നെയാണ്, നമ്മുടെ മെന്റേഴ്സ് തന്നെയാണ് കറക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഒരു പാട്ട് പാടി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്നത് എൻ്റെ മെന്ററുണ്ട് ശരത് ചേട്ടൻ. ചേട്ടനടുത്ത് ചോദിക്കും, ചേട്ടാ എന്തൊക്കെയാണ്. അപ്പം പുള്ളി ഇങ്ങനെ പറയും എൻ്റെ അടുത്ത്, ഇന്ന പോർഷൻ കുറച്ചുകൂടെ ഫീൽ കൊടുത്ത് പാടായിരുന്നു, കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു എന്ന് പറയും. അവിടെയൊക്കെയാണ് അവർ കറക്ഷൻ പറഞ്ഞു തരുന്നത്. അങ്ങനെ അവർ പറഞ്ഞു തരുമ്പോൾ കോൺഫിഡൻസ് ഒക്കെ പോകുന്ന ഘട്ടമുണ്ടോ? ഇല്ല, അവര് പറഞ്ഞു തരുമ്പോൾ നമുക്ക് നെക്സ്റ്റ് പെർഫോമൻസ് ഇത്തിരി കൂടി നന്നാക്കണം എന്നുള്ളൊരു സംഭവം കിട്ടും. മെന്റേഴ്സും പറഞ്ഞു തരും, നമ്മുടെ കൂടെയുള്ള കണ്ടസ്റ്റൻസും പറഞ്ഞു തരും. ഇതൊക്കെ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊക്കെ അവര് നമുക്ക് അഡ്വൈസ് തരും ഒരുപാട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങളുടെ ഇന്നും കൊഞ്ചം നേരെ എന്താ തന്നെ എന്നുള്ളതാണ്. അത് എത്ര ദിവസത്തെ കഷ്ടപ്പാടാണ് നമ്മളിപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയായിരുന്നു ആ ഒരു, ഓൾറെഡി നിങ്ങൾ തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ടെന്ന് അറിയാം, പക്ഷെ ആ സോങ്ങും ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രീതിയിൽ ഒരു കോൺവെർസേഷൻ സ്റ്റൈലാണല്ലോ. എത്ര സമയത്ത് ഒരു ഹാർഡ് വർക്ക് ഉണ്ട് ആ ഔട്ട്പുട്ടിൽ? 3-4 ദിവസം. അവിടെ നമ്മള് പാട്ടില് മെയിനായിട്ട് ഞങ്ങൾ ഇരിക്കുന്ന അവിടുത്തെ ഗ്രൂമിങ്ങിന് ചെല്ലുമ്പോഴായിരിക്കും. ഓക്കെ, അവിടെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് ലൈക്ക് അവർ ആഡ് ഓൺസ് പറയുന്നതും നമ്മൾ കൂടുതലും കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് പാടാൻ ശ്രമിക്കുന്നതൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കാണ്. ഒരു 3-4 ദിവസത്തെ ഒരു കഷ്ടപ്പാട്. അത് ആ പാട്ട് കഴിഞ്ഞ ഉടനെ ചിത്രമ്മ പറയുന്നുണ്ട്, എനിക്ക് ഈ കുട്ടിയെ തിന്നാൻ തോന്നുന്നു. അതായത് അത്രയും അടിപൊളിയായിട്ടാണ്. അതിൽ ഓരോ എണ്ണയ്ക്കും ഓരോ ഫീല് കൊടുത്തിട്ടാണ് പാടിയിട്ടുള്ളത്. അങ്ങനെ നിർബന്ധം ഉണ്ടായിരുന്നോ? ഓരോ എണ്ണയ്ക്കും ഓരോരോ ഫീല് വേണം, അത് അതിന്റെ ഇതിങ്ങനെ സ്നേഹം ഇങ്ങനെ കൂടി വരും ഓരോ എണ്ണയ്ക്കും. അപ്പൊ അങ്ങനെ വേണം, അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിരുന്നോ? ഞാൻ ആക്ച്വലി ഒറിജിനൽ പഠിച്ചാ പോയത്. അപ്പൊ അങ്ങനെ മെന്റേഴ്സ് പറയും അവിടെ നമുക്ക് എല്ലാം ഡിഫറെന്റ് ആക്കാന്ന് പറഞ്ഞു. പിന്നെ അവര് തന്നെ ഞങ്ങളും പിന്നെ ഓരോ സജഷൻസ് പറയും. വിധിച്ചേട്ടനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ ആണ് ഓരോ കൊഞ്ചം. എന്താ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാട്ട്, ഒരു പെർഫോമൻസ് തുടങ്ങുന്നതിനൊക്കെ മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പറഞ്ഞാ വിഷ് ചെയ്യുക? അല്ലെങ്കിൽ അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടാവാറുണ്ടോ? റിഹേഴ്സൽ കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഓക്കെ ഓൾ ദി ബെസ്റ്റ് അങ്ങനെ പറയും. ഓക്കെ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഇന്നും കുറച്ചു നേരം എന്നെ കുറച്ച് വരീസ് പറയും. പാടും. கடல் மாதாடையாக உயிரோடு உனக்காக காத்திருப்பேன்.
கண்ணு ரெண்டும் மயங்குதே மயங்குதே உன்னிடம் சொல்லவே தயங்குதே. അപ്പൊ ഈ പരസ്പരം ഞാനിത് ചെയ്യുമ്പോൾ നീ അത് ചെയ്യും, ഇങ്ങനത്തെ ഡിസ്കഷൻസ് ഒക്കെ എപ്പോഴാണ് നടക്കുക? ഈ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കും ചെയ്യുക, അങ്ങനെ അത് ആ സ്റ്റേജ് വെച്ച് സംഭവിക്കണാണോ പലതും? അത് സ്റ്റേജ് ഓർഗാനിക് ആയിട്ട് സ്റ്റേജിൽ വിദ്യരാജിന്റെ കാര്യം എനിക്കൊരു പരിധി വരെ അറിയാം. ആ. പക്ഷെ പലപ്പോഴും കൃഷ്ണശ്രീയെ പറ്റിയുള്ള സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 16 വയസ്സേ ഉള്ളൂ. അല്ല, ഇതിന് 17 വയസ്സ്. അതിൽ എഴുതി കാണിക്കുന്നത് 16, അതെ. 16 കോഴിക്കോട് എന്നാ എഴുതി കാണിക്കുന്നത്. ഏകദേശം 17 വയസ്സല്ലേ ഉള്ളൂ. ഈ പല പാട്ടിന്റെ ഇമോഷൻസ് ഒക്കെ ഭയങ്കര കോംപ്ലക്സ് ആണ്. പല പാട്ടിന്റെയും പ്രണയത്തിന്റെ ലെവൽസ് ഒക്കെ പല പലതുമാണ്. എന്താ ശരിക്കും ഗ്രൂമേഴ്സ് പറഞ്ഞു തരുന്നത്? ഗ്രൂമേഴ്സ് ഓരോ പാട്ട് കിട്ടുമ്പോൾ അതിന്റെ വീഡിയോ സോങ് അടക്കം കണ്ടുപിടിക്കാൻ പറയും. ഓ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഭയങ്കര ഇമോഷണൽ പാട്ടൊക്കെയാണ് മൂവി കാണാൻ പറയും. അപ്പൊ നമുക്ക് അത് കണ്ടിട്ട് നമുക്ക് മനസ്സിലൊരു സാധനം വരും. ഓക്കെ, ഇങ്ങനെയാ. ഇതിനകത്തൊരു റിസർച്ച് ഭയങ്കര ഉണ്ടല്ലേ? പാട്ടിന്റെ സിറ്റുവേഷൻ അനുസരിച്ച്. ഓക്കെ 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 ഓക്കെ. അങ്ങനെ കണ്ട സിനിമകളുണ്ടോ? ഞാൻ രാപ്പാടി എഴുതുമോ പാടിയപ്പോ ആകാശദൂത് ഒരുവിധം എല്ലാ സിനിമയും ഞാൻ കാണും. പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ. പക്ഷെ ഇന്നും ചന്ദ്രത്തിന്റെ സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. അതെ. പക്ഷെ വീഡിയോ സോങ് കുറെ പ്രാവശ്യം കാണും. ആകാശദൂത് കണ്ടിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ സിനിമ കാണുന്നുണ്ട്? അയ്യോ, പാടിയ എല്ലാ പാട്ടിന്റെ ഒരുവിധം സിനിമ. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ- തത്സമയം പെൺകുട്ടിയൊക്കെ കണ്ടിട്ടുണ്ടോ അതിന് വേണ്ടിട്ട്? ആ. ഓ അത് കൊള്ളാം. ഇപ്പൊ മറ്റെന്തൊക്കെ രീതിയിലാണ് ഇപ്പൊ ഗ്രൂമേഴ്സ് നിങ്ങളെ ഒരുക്കുന്നത്? നിങ്ങളുടെ എന്ത് ക്വാളിറ്റി അതെങ്ങനെയാ അവർ അനലൈസ് ചെയ്യുന്നത്? ഈ പാട്ടിന് ആൾക്ക് പറ്റും, അതെങ്ങനെയാ തീരുമാനിക്കുന്നത്? ഇപ്പം നമുക്ക് കണ്ടസ്റ്റൻസിനാണെങ്കിലും ഓരോരുത്തർക്കും ഓരോ സ്ട്രോങ് ഏരിയാസ് ഉണ്ട്. ഓക്കെ. ഇപ്പം എനിക്ക് മെലഡിയാണ് കുറച്ചുകൂടെ പാടാൻ ഇഷ്ടവും. അതിലാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പാടുന്നെന്ന് തോന്നും. പക്ഷെ അതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് റൗണ്ട് കിട്ടുമ്പോൾ നമ്മുടെ സ്ട്രോങ് ഏരിയ അനുസരിച്ചുള്ള പാട്ടുകൾ അവർ പറയും. എന്റെ മെന്റർ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ സോങ്സ് ഡിസ്കസ് ചെയ്യും. എനിക്ക് പറ്റുന്ന പാട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ. വിദ്യരാജ് ഇതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ പാട്ട് ഏതായിരുന്നു? ഏറ്റവും അധികം ശ്രമിച്ചിട്ടുള്ള പാട്ട് ഏതാ? ഇതിൽ പാടിയതോ? ശാസിംഗറിൽ തന്നെ പാടിയതിൽ ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ള എനിക്ക് സെമി ക്ലാസിക്കൽ കുറച്ച് ആ ഏരിയ കുറച്ച് താഴെ ഞാൻ. അപ്പം അതിലെനിക്ക് പ്രണതോസ്മി, പിന്നെ ഈ രാഗം ശ്രീരാഗം എന്ന് പറഞ്ഞ സോങ് ഉണ്ട്, ഞാൻ ദിൽരാജോടെ പാടിയത്. അപ്പൊ അതിൽ ഞാൻ അങ്ങനെയുള്ള പാട്ടുകൾക്കാണ് കൂടുതൽ എഫേർട്ട് ഇടാൻ നോക്കുന്നത്. കാരണം സെമി ക്ലാസിക്കലൂടെ ആയതുകൊണ്ടേ എനിക്ക് ആ ഒരു ബേസ് അങ്ങോട്ട് ഇത്രയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് അതിലാണ് കുറച്ചുകൂടി ടൈം ഇടുന്നത്, ഞാൻ എഫേർട്ട് ഇടുന്നത്. ഏറ്റവും അധികം ശ്രമിച്ചിട്ടുള്ള പാട്ട് ഏതാ? ഞാനും അതെ, സെമി ആണെങ്കിൽ കുറച്ചുകൂടെ എഫേർട്ട് ഇട്ട് പഠിക്കും. പക്ഷെ ഞാൻ ഹൈറാമ എന്നൊരു പാട്ട് പാടിയിരുന്നു. അതായിരുന്നു ആക്ച്വലി കുറച്ച് കഷ്ടപ്പെട്ട് പഠിച്ചത്. അത് ഫസ്റ്റ് ടൈം ആയിരുന്നു ഞാനിങ്ങനെ ആഡ് ഓൺ എല്ലാം ചെയ്ത് പാടുന്നത്. ആ ടൈമിൽ ആദ്യമായിട്ടാണ് പാടുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെ വരും, ഇത്ര ദിവസം കൊണ്ട് പഠിച്ചാൽ ശരിയാവോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷൻസ് കാരണം കുറച്ചൊന്ന് പേടിച്ച് പാടിയ പാട്ടാണ്. ഇനി എനിക്കറിയാം ആ മിസ്റ്ററി ചോദ്യത്തിലേക്ക് കിടക്കണം. എന്താണ് ശരിക്കും ജഡ്ജസിനെ നോക്കി പാടാത്തത്? അതിനോട് എല്ലാവരും ചോദിക്കും. പക്ഷെ എനിക്കറിയില്ല, ഞാൻ പാടുമ്പം ചിലപ്പോൾ ഞാൻ ഈ ഒരു റൈറ്റ് സൈഡിലോട്ട് നോക്കിയായിരിക്കും പാടുന്നത്. അതാണ് എന്റെ ഒരു അതുപോലെ തന്നെ പാടുമ്പോഴത്തേക്ക് ഞാൻ ചിലപ്പം നേരെ നോക്കി തുടങ്ങിയാലും പയ്യെ പാട്ടിന്റെ പകുതി ആകുമ്പോ പയ്യെ ഇങ്ങോട്ട് തന്നെ പോകും. അതെങ്ങനെ അത് എനിക്ക് അറിയില്ല, എന്താ അതിങ്ങനെ തന്നെ ഇങ്ങോട്ട്. എല്ലാരും പറയും അത് മാറ്റി മാറ്റുന്നു, പക്ഷെ എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. അത് ഇതാണ് എന്റെ ഒരു കൃഷ്ണശ്രീ നന്നായി പഠിക്കുന്ന കുട്ടിയാണോ? ഐ മീൻ പുസ്തകം അങ്ങനെ അങ്ങനെ പറഞ്ഞാല് ഇപ്പൊ എനിക്ക് പരീക്ഷ പോലും എഴുതുന്നില്ലല്ലോ. എക്സാം ഏതാ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പൊ ഞാൻ അത്ര സ്റ്റഡീസിലേക്ക് നോക്കുന്നില്ല. പക്ഷെ ഷൂട്ട് കഴിയുന്നു ഇരുന്ന് പഠിക്കും. ഇതിന്റെ ഒരു ചോദ്യം ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ വരാം, എന്നാലും ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പൊ കൃഷ്ണശ്രീയുടെ പാരന്റ്സിന് ആരെങ്കിലും വന്ന് ഉപദേശിക്കാറുണ്ടോ? കുട്ടിയെ ഇങ്ങനെ റിയാലിറ്റി ഷോന് വിട്ടിട്ട് പരീക്ഷ എഴുതിക്കാത്തത് കുട്ടിയുടെ ഭാവിയെ ബാധിക്കും, വലിയൊരു തെറ്റാണ് നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്, അങ്ങനെ ഉപദേശിക്കുന്നവരുണ്ടോ? അങ്ങനെ കുറെ പേര് പറയാറുണ്ട്. പക്ഷെ അച്ഛനും അമ്മയ്ക്കും എന്നെ ഇതിൽ തന്നെ കൊണ്ടുപോകണം എന്നുള്ളൊരിതാ. മ്യൂസിക്കിന്റെ ഇതിൽ തന്നെ വരട്ടെ എന്നുള്ളൊരു. ഈ ഓർമ്മശക്തി എങ്ങനെയാണ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അയ്യോ, മറ്റേ എപ്പിസോഡാ അത്. എന്താ, എല്ലാവരുടെയും എപ്പിസോഡ്സ് ഞാനിങ്ങനെ വീണ്ടും റീവാച്ച് ചെയ്യും. ഇതിന് മാത്രം നേരെ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ആകെ 4 ദിവസം, അതിന് നിങ്ങൾ പഠിക്കണം, നിങ്ങൾ ആഡ് ഓൺ ചെയ്യണം, മറ്റേ ഭാവം വരുത്തണം, ഇതിനിടയിൽ സിനിമയും കാണണം, അതിനിടെ എപ്പിസോഡ് കാണുന്നുണ്ടോ? എത്ര മണിക്ക് എഴുന്നേക്കും അപ്പൊ ഒരു ഉദ്ദേശം? ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു 10-10:30 ആവും. അല്ലാണ്ട് ഒരു 10 മണി. ഓ ഓ വേറെ അപ്പൊ ഇങ്ങനെ പുറത്തേക്ക് പോകാൻ വേറൊരു ജീവിതം ഇല്ലല്ലേ നിങ്ങക്ക്? ഇല്ല, സ്കൂളിൽ ഇപ്പൊ പോവാറില്ല. ആ സമയം കൂടി കിട്ടി. ഓക്കെ ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. എപ്പിസോഡ്സ് കാണുന്നത് എന്നിട്ട്
എപ്പിസോഡ്സ് ഞാൻ ഈ ഹോം ടൂർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 3 മാസം ബ്രേക്ക് ഉണ്ടായിരുന്നു ബിഗ് yes, ബോസ് വന്ന yes, yes. സമയത്ത്. അപ്പൊ ഞാൻ ഒരു ആകെ ആ സമയത്ത് 30 എപ്പിസോഡൊക്കെ ആയിട്ടുള്ളൂ. ആ, ആ, ഈ ആ. 30 എപ്പിസോഡ് വീണ്ടും ടി വിയിൽ ഇട്ടിട്ട് കാണുമായിരുന്നു. അപ്പൊ ഇത് കണ്ട് കണ്ട് എന്റെ തലയിലായി. ഇപ്പൊ വരുന്ന വഴി എന്നോട് പറഞ്ഞു ഈ മറ്റേ അമൃതമായ പാടിയപ്പോ ഇട്ട ഒരു യെല്ലോ അല്ലേന്ന്. അപ്പൊ ഞാൻ ഓർത്തു, ഇത് ഇങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുന്നത്. അതെ 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 Correct. ദൃശ്യത്തിലെ ജോർജ് കുട്ടിക്ക് ശേഷം അത്രയും മറ്റേ വിഷ്വൽ കൊണ്ട് ഓർമ്മയുള്ള ഒരു ആള്. ഈ ജഡ്ജസിനെ കൂടെ പാടിക്കുക അല്ലെങ്കിൽ ജഡ്ജസിനെ അവിടെ നിന്ന് ഇപ്പൊ ഹവ ഹവ പാടുമ്പോ മനോ എന്നൊക്കെ പറയുന്ന എത്രയോ ലെജൻഡറി ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ 90s-ലും 80s തൊട്ടിട്ട് തന്നെ ഈ പറഞ്ഞ പെപ്പി ആയിട്ടുള്ള സോങ് പാടാനും അദ്ദേഹം ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു ആ സമയത്തെ. SPB സാറ് വോയിസ് പോലെ തന്നെ നമുക്ക് പ്രിയപ്പെട്ട ഒരു വോയിസാണ്. അദ്ദേഹത്തെ ഒക്കെ കൂടെ പാടിക്കണം അങ്ങനെ ഒരു വാശി വെച്ചിട്ടാണ് പോണത്. ഇങ്ങേരെ ഇന്ന് ഇറക്കിക്കൊണ്ട് പാടിച്ചിട്ട്. അയ്യോ ഞാൻ അവിടെ പാട്ടെല്ലാം സെലക്ട് ചെയ്ത് അന്നത്തെ ദിവസം അറിയുന്നത്, പാടുന്ന ദിവസം അറിയുന്നത് മനോ സാർ അഗസ്റ്റ് എന്ന്. അതിനു മുമ്പ് അറിയില്ല. ഇല്ല, പാട്ട് സെലക്ട് ചെയ്തപ്പോ ഒന്നും അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഭയങ്കര ഇത് ഫുൾ സ്ക്രിപ്റ്റ് ആയിരിക്കും, നിങ്ങൾക്ക് നേരത്തെ അറിയണ്ടായിരിക്കും ഇന്ന ആളാണ് എന്നൊക്കെ. അപ്പൊ ആള് സ്പോട്ടിൽ വെച്ച് പാടുക എന്ന് പറയുന്നതും അവിടെ വെച്ച് ആള് പാടുമ്പോ തന്നെയാണ്. ആ സാർ പറഞ്ഞൊന്നുമില്ല, പാടുന്നൊന്നും പറഞ്ഞില്ല. പാട്ട് കഴിഞ്ഞ് ലാസ്റ്റ് പല്ലവി ആയപ്പോ സാർ ഇങ്ങോട്ട് ഇറങ്ങി വന്നു പാടാൻ. അയ്യോ സാറൊക്കെ ഞാൻ തീരെ വിചാരിച്ചിട്ടില്ല സാറിന്റെ കൂടെയൊക്കെ ഒരു 2 ലൈൻ പാടാൻ പറ്റുമെന്ന്. ഭയങ്കര സന്തോഷം. എനിക്കൊരു ഹവ ഹവ ഒന്ന് പാടും, അല്ലെ ഏതെങ്കിലും ഒരു പോർഷൻ. മഴത്തുമ്പി പാടുന്നു ഹവ ഹവ, മയിൽ പേടയാടുന്നു ഹവ ഹവ, മണിച്ചില്ല പൂക്കുന്നു ഹവ ഹവ, മതിക്കുന്ന വർണ്ണങ്ങൾ ഹവ ഹവ, മനസ്സാകെ ഉന്മാദം ഹവ ഹവ, മനസ്സാകെ ഉന്മാദം ഹവ ഹവ. ഇതിൽ നീ ഓരോ ഹവയും വ്യത്യസ്തമാവണം അങ്ങനെ ഇതുണ്ടോ? അങ്ങനൊന്നും, ഇത് മൂവി ഇത് എവിടുന്ന ഇന്ന സ്ഥലത്ത് ഇട്ടാൽ വർക്കാവും? അത് എത്ര നേരം പിടിക്കും അങ്ങനെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ട്? അത് ആക്ച്വലി മെന്റേഴ്സ് തന്നെ അത് കൂടുതൽ എഫേർട്ട് ഇട്ട് ചെയ്യുന്നത്. ഓക്കെ അവര് തന്നെ കണ്ടുപിടിക്കും. കൊറേ ഇരുന്ന് നമ്മള് രാവിലെ മുതൽ ഇരുന്നാൽ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് പാട്ട് സെറ്റ് ആയി കിട്ടുക. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നിങ്ങൾ ഇതിൽ ആഡ് ഓൺസ് ഒക്കെ നടത്തും? ഓക്കെ ഓക്കെ, നൈസ് നൈസ് നൈസ്. ഈ റൊമാൻറ്റിക് സോങ്ങുകൾ ഒരു സ്ട്രോങ് ഏരിയ ആണല്ലോ. റൊമാൻറ്റിക് സോങ്ങുകൾ. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് ആ ഫ്ലോറിൽ തന്നെ കുറെ ആളുകൾ ട്രോൾ ചെയ്യും, ഒരു കാമുകനാക്കാൻ നോക്കുക. ഇതിലൊക്കെ ശരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു സത്യം ഉണ്ടോ? ഭയങ്കരമായിട്ട് അങ്ങനെ സ്നേഹിക്കാനും പ്രണയിക്കാനൊക്കെ ആഗ്രഹമുള്ള ഒരാൾ അങ്ങനെ ഒരു അങ്ങനൊന്നുമില്ല. ഈ നമ്മള് കാണുന്ന അത്ര ഒന്നുമില്ല, അവര് പറയുന്ന അത്ര ഒന്നുമില്ല. ഈ ഒരുപാട് രക്ഷപ്പെടും, ഒരുപാട് ആരാധികമാരും, അതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടോ? അങ്ങനെ വെച്ചാൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. അതല്ലാതെ ഇത് സ്വയം തന്നെയാണോ വായിക്കണത്, വായിക്കാൻ വേറെ ആളെ അല്ല, ഞാൻ തന്നെ വായിക്കും. ഞാൻ തന്നെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും കേട്ടോ. എല്ലാവർക്കും കൊടുക്കും. നിങ്ങളെ ഞാനൊരു സ്വന്തം പെങ്ങളെ പോലെയാണ് കാണുന്നത്, അങ്ങനെയാണ്? അല്ല, നിങ്ങൾക്ക് മാത്രമല്ല, ആണുങ്ങൾക്കും എനിക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കും. കൊടുക്കാറുണ്ട് ഞാൻ. പക്ഷെ ആളുകൾ പറയല്ലേ, നിങ്ങളുടെ വോയിസ് കേട്ടിട്ട് എനിക്ക് എന്റെ ഉറക്കം നഷ്ടപ്പെടുന്നു, എനിക്ക് നിങ്ങളില്ലാതെ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ലെവൽ ഓഫ് ആരാധനയൊക്കെ ഉള്ള അവരെങ്ങനെ ഡീൽ ചെയ്യപ്പോ? അത്ര ലെവലിൽ വന്നിട്ടില്ല ഇത്. അറിയോ ശരിക്കും നമ്മൾ ഏത് പോയിന്റിൽ പാട്ട് പാടുമ്പോ റൊമാൻറ്റിക് സോങ്സ് ആണ് എന്റെ സ്ട്രോങ് ഏരിയ, അത് പാടി 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 കിട്ടുന്ന ഒരു ഏരിയ ആണോ? ഞാൻ പണ്ട് മുതലേ ഈ മെലഡീസ് ആയിരുന്നു എനിക്കിഷ്ടം. അതാണല്ലോ. അപ്പൊ ഞാൻ അതിങ്ങനെ പാടി 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 എനിക്ക് ആ ഒരു ജോണറാണ് താല്പര്യം. അപ്പൊ അങ്ങനെ റൊമാൻറ്റിക് എന്നല്ല, മെലഡീസ്. എനിക്ക് വേണ്ടിയിട്ട് എന്തായാലും ഹേമന്തം ഒന്ന് പാടിത്തരണം, ഹേമന്തം കേൾക്കുമ്പോഴേ. പക്ഷെ എനിക്കറിയാനുള്ളത്, നിങ്ങൾ ഇത്രയും മെലഡി പാടുന്ന ആളുകളാവുമ്പോഴേ ഇതിന്റെ കൂടി ഡാൻസ് മൂവ്മെന്റ്സ്, ചെറിയ ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ കൊടുക്കണമല്ലോ. ഇത് സിങ്ക് ആയി വരുന്നത് എങ്ങനെയായിരിക്കും? അതിനൊരു പണിയുണ്ടോ? അത് കുറച്ച് ഒരു എക്സ്ട്രാ പുഷ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ്. ഡാൻസ് അത് ബാക്കിൽ അവർ തകർത്ത് കളിക്കുന്നുണ്ട്. നമ്മള് പാടുമ്പോ ഡാൻസ് ചെയ്യുമ്പോ നമ്മുടെ ബോഡി ഒത്തിരി അനങ്ങിയാൽ നമുക്ക് പെട്ടെന്ന് സിങ്ക് മിസ് ആവും. അത് മാത്രമല്ല, നമുക്ക് പാടാനും ശ്വാസം കുറച്ച് ഇഷ്യൂ ഉണ്ടാവും, ബ്രീത്തിങ് കുറച്ച്. അപ്പൊ നമ്മൾ അതനുസരിച്ചുള്ള ചെറിയ ചെറിയ സ്റ്റെപ്സ് ആയിരിക്കും അവർ തരുന്നത്. അപ്പൊ നമ്മൾ ചെറുതായിട്ടൊന്ന് ചെറിയൊരു മൂവ്മെന്റ് കൊടുത്താൽ മതി. അവര് ഭയങ്കര സപ്പോർട്ടിങ് ആണ്. അവര് ഭയങ്കര സപ്പോർട്ടിങ്. എനിക്ക് ഹേമന്ത് ഒന്ന് പാടിത്തരും. നിന്റെ മൗനവും മൊഴിഴത്തുന്നിയേകവേ എന്നുമീ വഴി കനവൊടു കാത്തിരുന്നു ഞാൻ, എൻ നിമിഷങ്ങളാനന്ദശലഭങ്ങളായി
ഇന്നലെയുന്നു നിന്നോർമ്മയാകെ നെഞ്ചിന്നു ഞാലിൽ മെല്ലെ നിന്നെ എന്നും താരാട്ടാമോമൽ പൂവേ ഹേമന്തമെൻ കൈക്കുമ്പിളിൽ തൂവും നിലാപ്പൂവു നീ പൂങ്കാറ്റുപോൽ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിക കിളിപാടുന്ന പാട്ടെൻ്റെ കാതിൽ കളിയോതുന്ന നിൻ വാക്കുപോലെ അതിലോലം അനുരാഗം തേന്മാരിയ ഇന്നും കൊഞ്ചം നേരം എന്നാ എന്നൊക്കെ പാടുന്ന സമയത്ത് ഇതിന്റെ ഒറിജിനൽ വേർഷനിൽ, അതായത് ശ്വേതമാന്റെ അടുത്ത് റഹ്മാൻ സാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, നിന്റെ ഒറിജിനൽ ഭർത്താവ് ഇപ്പൊ കുറച്ചു നേരം നിനക്ക് കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ദൂരെയാണ്, അപ്പൊ ഞാൻ എങ്ങനെയായിരിക്കും ഇത് ഇമാജിൻ ചെയ്യുക, അങ്ങനെയാണ് ഇത് ഫീൽ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പൊ ഈ ഹേമന്തപ്പൻ എന്നൊക്കെ പാടുമ്പോൾ എന്താ ഇമാജിൻ ചെയ്യുക? ഞാൻ ആസിഫ് അലി ആണെന്നാണോ, അതോ ഞാൻ വിജയ് ആണെന്നാണോ, അതോ ഞാൻ സ്വയം ഒരു കാമുകനാണെന്നാണോ? അല്ല, അങ്ങനെയല്ല. ഞാൻ സത്യം പറഞ്ഞാല് ലിറിക്സ് മനസ്സിലാക്കി ഇപ്പൊ പാടാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു, എന്നോട് പറഞ്ഞു, എന്റെ മെന്റർ പറഞ്ഞു, അത് നമ്മള് ഏതെങ്കിലും പാട്ട് പാടുമ്പോൾ നമ്മൾ അതിന്റെ ലിറിക്സ് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് പാടുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ഫീൽ കൊടുത്ത് പാടാൻ പറ്റും. ഓ, അതെങ്ങനെയാ? അതിന്റെ പിന്നത്തെ കാര്യം ലിറിക്സ് മനസ്സിലാക്കാന്ന്, ലിറിക്സിന്റെ അർത്ഥം മനസ്സിലാക്കാനോ ഭാവം മനസ്സിലാക്കാനോ? അർത്ഥം മനസ്സിലാക്കി. ലിറിക്സ് അർത്ഥം മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതനുസരിച്ച് ഭാവം കൊടുക്കുമല്ലോ. അപ്പൊ അങ്ങനെ അപ്പൊ കുറച്ചുകൂടെ ഫീൽ കൊടുത്ത് പാടാൻ പറ്റും. എന്നെനിക്കത് ഈ എന്റെ എന്നും വന്നില്ല അതിന്റെ ഒരു പാട്ടുമായിട്ട് അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരുമോ? അയ്യോ, അർത്ഥം സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി, വെറുതെ. അങ്ങനെ എന്നാലും വിധിരാജ് മനസ്സിലാക്കിയത് ജസ്റ്റ് പറഞ്ഞു തന്നാൽ മതി. ഇപ്പൊ അതല്ല, ഇപ്പൊ പെൻ ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ എന്നൊക്കെ പാടും. അങ്ങനെ ആ ഒരു വരിയാകുമ്പോ നമ്മൾ അതനുസരിച്ച് കുറച്ചുകൂടെ പൊലിപ്പിച്ച് കുറച്ച് ഫീൽ കൊടുക്കും. ഞാൻ നിനക്ക് വേണ്ടി മാത്രം സ്നേഹം തരും എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ആ വരി മനസ്സിലാക്കി കുറച്ചുകൂടെ അർത്ഥം മനസ്സിലാക്കി ഫീൽ കൊടുത്ത് പാടുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ, അങ്ങനെ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പൊ എൻ ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിൻമിഴിയാകും മധുപാത്രത്തിലെ നിൻമിഴിയാകും മധുപാത്രത്തിലെ മാസ്മരമധുരം നുകരാം ഞാൻ, മാസ്മരമധുരം നുകരാം ഞാൻ. കുറച്ച് ഈ മറ്റേ ഭജനയൊക്കെ പാടി അർത്ഥം പറയുന്നത് പോലെയുണ്ട്. നൈസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. കൂൾ. ഓക്കെ ഓക്കെ. അങ്ങനെ പാട്ടിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ പാടാൻ ശ്രമിക്കുന്ന അവസ്ഥയുണ്ടോ? അങ്ങനൊന്നും ഞാൻ നോക്കില്ല, ജസ്റ്റ് പാട്ട് നമുക്ക് മറ്റേ ജഡ്ജസിനെ വേണ്ടി തരം ഡാൻസ് കളിക്കണം, ഗോൾഡൻ സ്റ്റാർ അടിക്കണം, 100 കിട്ടണം, ആളുകളെ കരയിപ്പിക്കണം, സന്തോഷം കൊണ്ട്. അതെ അതെ അതെ. ഈ ചിത്രാമ്മയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, സ്വന്തം മകളെ പോലെ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലൊരാളെ പോലെയാണ് അവർ ചേർത്ത് പിടിക്കുന്നത്. അത്രയും ചിത്രാമ്മയുടെ കണ്ണിലൊക്കെ ഒരാളോട് ഇത്രയും ആരാധന, കണ്ണിലൊരു തിളക്കം വരും അവിടെ പാടുന്നത് കൃഷ്ണശ്രീയാണെന്ന് പറയുമ്പോൾ. എന്താ ശരിക്കും ഈ ഇപ്പത്തെ ഈ ഘട്ടത്തില് ചിത്രാമ്മ? കുഞ്ഞിലേ മുതൽ ഞാൻ കേട്ട് വളരുന്ന ചിത്രാമ്മയുടെ പാട്ട്, കേട്ട് പഠിക്കുന്നതൊക്കെ ചിത്രാമ്മയുടെ പാട്ടായിരുന്നു. സോ എനിക്കൊരു ഫസ്റ്റ് ഞാനൊരു റിയാലിറ്റി ഷോയിൽ പോയിരുന്നു. അപ്പൊ റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോഴേ എനിക്ക് ചിത്രാമ്മേനെ കാണാൻ വേണ്ടി പോവാ, അങ്ങനെയായിരുന്നു. അങ്ങനെ കുഞ്ഞിലെ ചിത്രാമ്മ കണ്ടിരുന്നു. പിന്നെ വലുതായിട്ട് സ്റ്റാർ സിംഗറിൽ കണ്ടപ്പോൾ ചിത്രാമ്മയ്ക്ക് ആ പണ്ട് കണ്ട കുട്ടി എന്നുള്ള ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ട്. പിന്നെ എല്ലാവരോടും നമ്മൾ കണ്ടസ്റ്റൻസ് എല്ലാ കുട്ടികളോടും ചിത്രാമ്മയ്ക്ക് ഭയങ്കര, കഴിഞ്ഞൊരു പ്രാവശ്യം വിധുചേട്ടൻ ഒരു പാട്ട് പാടിയപ്പോൾ എന്തോ ഒരു വരിയില്ല, എന്തോ ഒരു വരി എന്തോ മാറി എന്തോ ഒരു വരി ഉണ്ടായിട്ട് ചിത്രാമ്മ അത് സ്റ്റേജിലേക്ക് വന്നു. അത് പറഞ്ഞു കൊടുക്കായിരുന്നു. ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിട്ട് ചിത്രാമ്മ അവിടുന്ന് എണീറ്റിട്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് അതിങ്ങനെ. അപ്പം ഞാനിങ്ങനെ ഓർക്കും, ചിത്രാമ്മ ഇത് ചെറിയ കാര്യം പറയാൻ വേണ്ടിട്ട് അവിടുന്ന് ഇവിടം വരെ വന്നല്ലോ. നമുക്കൊരു എത്രമാത്രം ഡൗൺ ടു എർത്ത് ആവാന്നൊക്കെയുള്ള ഒരു എക്സാമ്പിൾ ആണല്ലോ അവര്. ഈ മറ്റു ജഡ്ജസ് ഉണ്ടല്ലോ, ഇപ്പൊ വിധു പ്രതാപ്, അദ്ദേഹത്തിന്റെ കൗണ്ടർ അടികൾ നിങ്ങൾ ആക്ച്വലി വിധുചേട്ടനും സിത്താര ചേച്ചിയും ഭയങ്കര അടിപൊളി കോംബോ ആണ്. അവർ രണ്ടുപേരും കൂടി ഉള്ളപ്പോഴാണ് അവിടെ ഏറ്റവും ഷൂട്ടെല്ലാം നമ്മൾ പോയിരുന്ന സമയം പോകുന്ന അറിയില്ല, കാരണം ഭയങ്കര ഫണ്ണായിരിക്കും. വിധുചേട്ടന്റെ കൗണ്ടറുകൾക്ക് മുമ്പിൽ പലപ്പോഴും പിടിച്ചേക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ?
ചിലത് അങ്ങനെയല്ല. ചേട്ടൻ ഭയങ്കര കോൺട്രേഡി അല്ലേ, ഭയങ്കര നമുക്ക് അങ്ങനെ തിരിച്ചൊട്ടും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാക്കി കളയും പുള്ളി. അദ്ദേഹം ഈ കുത്തൊക്കെ ഫോണിൽ സേവ് ചെയ്തൊക്കെ കണ്ടുപിടിച്ചാള് അതൊക്കെ അദ്ദേഹം എങ്ങനെ അറിയുന്നത്? അത് അദ്ദേഹം കണ്ടുപിടിക്കുന്നതാണോ, ആരെങ്കിലും പോയി പറഞ്ഞു കൊടുക്കുന്നത്? അത് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഗ്രൂമിംഗ് റൂമിൽ ഇരിക്കുമ്പോഴത്തേക്കായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് മെയിനായിട്ടും. മീൻസ് അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ മെയിൻ അതിന്റെ നടക്കുന്നതൊക്കെ ഗ്രൂമിംഗ് റൂമിലായിരിക്കും. അപ്പൊ അങ്ങനെ കിട്ടുന്ന കാര്യമാണ്. അത് ഇവരുടെ അടുത്ത് പറയുമ്പോഴത്തേക്ക് ശരിക്കും അങ്ങനെ കുത്തായിട്ട് സേവ് ചെയ്ത ഒരു കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല, ഉള്ളത് പറയാനില്ല. അങ്ങനെ അതല്ല എനിക്കങ്ങനെ. അത് ചുമ്മാ ഒരു കോള് വന്നിട്ട്, ഏതോ ഒരു അൺനോൺ കോള് വന്നിട്ട് ഞാനത് സേവ് ചെയ്തില്ല. അതല്ല, അത് ഞാൻ സേവ് ചെയ്ത് കൊറേ നമ്പർ. അങ്ങനെ ഉണ്ടോ ഒരുപാട് ഗേൾസ് ആരാധകർ? ചേട്ടന് കുറച്ച് അധികം ഉണ്ട്. അല്ല, അവിടെ നമ്മൾ ഷെഡ്യൂളിൽ പോകുമ്പോഴും കുറെ പെൺകുട്ടികള് വിധിച്ചേട്ടനെ കാണാനായിട്ട് മെർമെയ്ഡിൽ വരും. എന്നിട്ട് അവിടെ റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ പോയിരുന്ന് വിധിച്ചേട്ടനായിട്ട് കുറെ നേരം സംസാരിക്കും. അങ്ങനെ ഫാൻസ് കുറച്ച് കൂടുതലുള്ളത് വിധിച്ചേട്ടൻ. എന്നെ മാത്രല്ല കേട്ടോ, അങ്ങനല്ലേ ചുമ്മാ വരുമ്പോ കാണാൻ. ആരെങ്കിലും ഉപദേശിക്കും ഇവരെ ഈ ഒരു പരിധി വിട്ട് അവരെ അടുപ്പിക്കരുത്, അങ്ങനെയൊക്കെ ഉപദേശിക്കുന്ന അവസ്ഥയുണ്ടോ? അങ്ങനല്ലേ, ഞാൻ അങ്ങനെ അധികം പരിധി വിട്ട് അങ്ങനെ അധികം അങ്ങനെ അങ്ങോട്ട് മിണ്ടാനും പോകത്തില്ല. നമ്മളെ ആരെങ്കിലും കാണാൻ വരുവാണെങ്കിൽ നമ്മള് മെർമെയ്ഡിൽ വന്നാൽ കാണാന്ന് പറയും. പിന്നെ കാണും, കണ്ടിട്ട് ചായ കുടിച്ചിട്ട് പോകും. അങ്ങനത്തെ ഫാൻ ഗേൾ മൊമെന്റുകളൊക്കെ ഉണ്ടോ ആളുകൾക്ക് ഒരു ദർശനം കൊടുത്തതിന്റെ ഒക്കെ? കാണാൻ വന്നിട്ടുണ്ട്. ഒരാളായിട്ടാണോ, ഒരു കൂട്ടം ആളുകൾ എങ്ങനെയാണോ? ഒരാളായിട്ട് വന്നിട്ടുണ്ട്, പിന്നെ 2-3 പേരായിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. അവർക്ക് സെൽഫി വേണം, ഒരു കാപ്പി കുടിക്കണം, അത്രേ ഉള്ളൂ. സെൽഫി ഫോട്ടോ എടുത്തിട്ട് പോകും. ഓക്കെ. എന്നിട്ട് അവിടെ സ്പോട്ടിലൊക്കെ വെച്ച് പാട്ട് പാടിച്ച അവസരങ്ങളുണ്ടോ? ഇല്ല. സ്പോട്ട് ഞാനിങ്ങനെ സ്പോട്ടിൽ അങ്ങനെ ഒന്നുമില്ല, അല്ലാണ്ട് വന്നിട്ട് ഫോട്ടോ എടുത്തു സംസാരിച്ചിട്ട്. മോളോട് അങ്ങനെ അടുത്ത് വന്നിട്ട് മോളെ പെട്ടെന്ന് ഒരു പാട്ട് പാടുമോ, അങ്ങനെയൊക്കെ ആരാധനയോട് പറയുന്നതാണ്? അങ്ങനെ കുറെ പേര് പറയും. അത് ഏത് സ്ഥലത്താണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്, ഒരു പാട്ട് പാടി തരുമോ എന്നൊക്കെ വെച്ചിട്ട് ചോദിക്കും. അത്രയും നമ്മുടെ സ്റ്റാഫ് സിംഗറെല്ലാം അത്രയും കാണുന്ന ആൾക്കാരെ അങ്ങനെ ചോദിക്കുള്ളൂ. അപ്പൊ നമുക്ക് പാടാനും ഭയങ്കര താല്പര്യമായിരിക്കും. അങ്ങനത്തെ ഒരു മൊമെന്റ് ഓർമ്മയുണ്ടോ? അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് ഒരാൾ വന്നിട്ട് എനിക്ക് ഞാൻ ഭയങ്കര ഫാനാണ്, ഒരു പാട്ട് പാടി തരുമോ എന്നൊക്കെ പറഞ്ഞ മൊമെന്റുകളുണ്ടോ? ഇന്ന് മെർമെയ്ഡിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങള് ട്രെയിനിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയപ്പോ ഒരു ആന്റി ഓടി വന്നിട്ട് പറഞ്ഞു, ഒരു 2 വരി പാടിത്തരുമോ എന്നെല്ലാം ചോദിച്ചു. അപ്പൊ ഞാൻ പാടിയെല്ലാം കൊടുത്തു. ഇന്ന് അങ്ങനെ കൊറേ അങ്ങനെ. മോളെ സത്യം പറഞ്ഞ ആളുകളുടെ ഒരു ഭയങ്കര ഈ ജെമ്മായിട്ടും അല്ലെങ്കിൽ ഭയങ്കര റയർ ആയിട്ടുള്ള ഒരാളൊക്കെ ആയിട്ടാ കരുതുന്നേ. അപ്പൊ ആളുകൾ പറയോ, ആരെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ കുറെ നല്ല മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ഒരിക്കലും അഹങ്കാരം എന്ന് പറയുന്ന കാര്യം ഉണ്ടാവരുത്, അങ്ങനെയൊക്കെ ഉപദേശിക്കുന്നവരുണ്ടോ? അത് ഓൾവേസ് എന്റെ അച്ഛൻ എപ്പം പറയും. പണ്ടേ എന്നോട് പറയുന്നതാണ് നമ്മൾ സിംപ്ലിസിറ്റി ചിത്രാമ്മയെ കണ്ടിട്ട് പഠിക്കണം എന്നുള്ളത് പണ്ട്. പിന്നെ ഇപ്പം പറയും, ഞാൻ ചിലപ്പോ ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ ഞാൻ ചിലപ്പോ ദൂരെയാണെങ്കിൽ എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. അച്ഛൻ പറയും, അല്ല അവരെ വിളിച്ച് ഓരോട് ചിരിക്കണം, അങ്ങനെ ആക്കണം, അങ്ങനെയൊന്നും പറയും. റിയാലിറ്റി ഷോ ജേർണി തുടങ്ങിയതിനു ശേഷം ബാക്കി ഇപ്പോ കൃഷ്ണയുടെ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ മിസ് ആവും കൂടി ഉണ്ടാവും. ചിലപ്പോൾ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പറ്റാതില്ല, അല്ലെങ്കിൽ പ്രൈവസി കുറെ നഷ്ടപ്പെടും. ചിലപ്പോ ഇപ്പൊ ഒരു സ്ഥലത്ത് നിൽക്കണമെങ്കിൽ കുറെ ആൾക്കാർ ഓടി വരും. ഈ പറഞ്ഞ പോലെ കുട്ടികള് സ്വന്തം പ്രായമുള്ള ഫ്രണ്ട്സുമായിട്ടുള്ള സമയം മിസ്സാവും. ഇതൊക്കെ വിഷമം ഉണ്ടാക്കാറുണ്ടോ? അതെ, എനിക്ക് ഏറ്റവും മിസ്സായത് എന്റെ സ്കൂൾ ഡേയ്സ് ആണ്. എനിക്ക് ഒട്ടും സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല. ഒരു 6th സ്റ്റാൻഡേർഡ് മുതലേ എനിക്ക് റിയാലിറ്റിയിൽ ഇങ്ങനെ ആയത്. അപ്പോൾ ഓരോ റിയാലിറ്റി കഴിയുമ്പോൾ വിചാരിക്കും, ഇല്ല ഇനി ഞാൻ റിയാലിറ്റിയിലൊന്നും പോലെ എനിക്ക് ഇനി സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമുക്കത് പറ്റില്ല. വീണ്ടും നെക്സ്റ്റ് റിയാലിറ്റി കാണുമ്പോൾ ഇതിൽ പോകണം. സ്റ്റാർ സിംഗറിൽ പിന്നെ എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. ഏഷ്യനെറ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലിയ പ്ലാറ്റ്ഫോം ആണല്ലോ. ഏഷ്യനെറ്റിൽ എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും പോകണം. അപ്പൊ നിങ്ങളുടെ ഞാൻ കുറച്ച് ഫേവറേറ്റ് ആയിട്ട് പാട്ടുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഓരോ പാട്ടിന് മുന്നിൽ എന്തൊക്കെ നടന്നു കുറച്ചൊക്കെ ഞാൻ പാടിച്ചിട്ടുണ്ട് ഓൾറെഡി. എന്നാലും ഈ വെള്ളാരം കുന്നിലേറി അത് ഭയങ്കര ഐക്കോണിക് ആയിട്ട് നിങ്ങൾ പെർഫോം ചെയ്തൊരു പാട്ടാണല്ലോ. അതിന് പിന്നിൽ എന്തൊക്കെയാ നടന്നത്? അതിന് പിന്നിൽ സോങ് സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് പെർഫോമൻസ് വരെ എന്തൊക്കെയാ സംഭവിക്കാസങ്ങൾ? ഇങ്ങോട്ട് വരുമ്പോഴേ എന്നോട് പറഞ്ഞത് ആ പാട്ട് പാടരുത്. ആ പാട്ടിൽ അങ്ങനെ പ്രത്യേകിച്ച് അത് അവര് തന്ന സോങ് ആണ്.
ഓ പാടാന്ന് വെച്ചു. അവിടെ നിന്നുള്ള അവിടെ റെക്കമെൻഡേഷൻ. നിന്നുള്ള recommendation. അപ്പൊ അങ്ങനെ അങ്ങ് പാടി. അതില് എന്തൊക്കെയാ ശ്രമകരമായിട്ടുണ്ടായിരുന്ന ഏരിയ ആ പാട്ടില്? അന്ന് ആക്ച്വലി 2 പാട്ടുണ്ടായിരുന്നു ആ ഷെഡ്യൂള്. ആ. അപ്പം ഒന്ന് മറ്റേ ഇംപ്രവൈസേഷൻ റൗണ്ട് ആയിരുന്നു. അപ്പൊ okay. നമ്മള് കൂടുതൽ നമ്മുടെ സംഗതികൾ ഇടുന്ന പാട്ട്. അറ്റൻഷൻ അതിന് കൊടുത്തു. അപ്പൊ Okay. നമ്മള് ആ പാട്ട് നമ്മൾ അങ്ങനെ കുറെ ഇരുന്ന് ഇങ്ങനെ കുത്തിയിരുന്ന് പാടിയിട്ടോ നോക്കിയിട്ട്. പ്രാക്ടീസ് ചെയ്തിട്ടോ ഒന്നുമില്ല. ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുള്ളതല്ല. ഇല്ല, ഇല്ല. ഇല്ല. ഓക്കെ സാധാരണ ഒരു പാട്ട് പാടി. രണ്ടുപേരും പാടാൻ പറ്റുമോ? ഈ പാടാതെ വഴിയില്ലല്ലോ. ഈ കുട്ടി ഭയങ്കര നിഷ്കളങ്കയാണ്. വെള്ളാരം കുന്നിലേറി മുന്നാഴി പൂവു തേടി വിണ്ണോളം കൈനീട്ടി നിന്നതാരേ നിന്നതാരേ. ചിന്തെങ്ങിൻ പീലി വീശി നിലോലക്കാറ്റിലാടി കുന്നോളം സ്വപ്നങ്ങൾ നീരതാരേ നീരതാരേ. വാവ്, നൈസ് നൈസ്. ഇതാണ് നിങ്ങൾ മറ്റേ പാടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന പാട്ട് എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഇദ്ദേഹം പലപ്പോഴും പെർഫോം ചെയ്യുന്നത് കണ്ണാടി നോക്കിയിട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെ പാട്ട് വീട്ടിലോ അല്ലെങ്കിൽ പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാ? ഞാൻ ഒത്തിരി ടൈം കേൾക്കും, ഒത്തിരി കേൾക്കും. പിന്നെ ഞാനിങ്ങനെ എനിക്ക് ഒരിടയ്ക്ക് നല്ല ടെൻഷനായിരുന്നു. അപ്പൊ ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ കട്ടിലിന് മുകളിൽ എന്തെങ്കിലും കുറച്ച് ഹൈറ്റുള്ള എന്തെങ്കിലും കയറി നിന്നിട്ട് സ്റ്റേജ് ഒന്ന് ഇമാജിൻ ചെയ്യും. നമ്മൾ ആ സ്റ്റേജ് നിൽക്കുന്നതെല്ലാം ഇമാജിൻ ചെയ്തിട്ട് ഞാൻ കണ്ണടച്ച് ഇങ്ങനെ ഒന്ന് പാടാൻ ശ്രമിക്കും. അങ്ങനെ Okay, 2-3 okay. പ്രാവശ്യം 2-3 പാട്ട് അങ്ങനെ നോക്കി പാടിയിട്ടുണ്ട്. അതാണ് കോൺഫിഡൻസ്. അത് കുറച്ച് എഫക്റ്റീവ് ആണ് എനിക്ക്. കാരണം ആ ഒരു സ്റ്റേജ് നമുക്ക് ഒന്ന് ഇമാജിൻ ചെയ്തിട്ട് പാടുമ്പോഴത്തേക്ക് അത് ആ ടെൻഷൻ ഒന്ന് കളയാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കുറെ പ്രാവശ്യം. അങ്ങനെ ഒരു ടെക്നിക് ഉണ്ടോ എന്തെങ്കിലും? എനിക്ക് നേരെ തിരിച്ചാണ്. എനിക്ക് എല്ലാരെയും നോക്കി അങ്ങനെ നോക്കി പാടുമ്പോൾ എനിക്ക് ടെൻഷൻ കുറയും. മറ്റേ പാട്ടിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പാടുമ്പോൾ എനിക്ക് ചിലപ്പോൾ അവിടെ എവിടെയൊക്കെ തെറ്റിപ്പോകും. അതാണ് ഫുൾ 360 നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അവിടെ ജഡ്ജസിനെ ആണെങ്കിലും ജഡ്ജസിനെ നോക്കാൻ നമ്മൾ TV കാണുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് തോന്നും ഇരിക്കുന്ന സീറ്റ്, പക്ഷെ അവർ അടുത്ത് തന്നെയാ. അതിനേക്കാളും മെന്റേഴ്സ് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ നമ്മൾ ഓരോന്ന് പാടുമ്പോൾ മെന്റേഴ്സ് വാവ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ശബ്ദമായിരിക്കും. അപ്പൊ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പാടുമ്പോൾ ഞാൻ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നോക്കി അങ്ങനെ അവര് വാവ് ഹരേ വാ എന്നൊക്കെ പറഞ്ഞിട്ട് കൈയടിക്കുക, എഴുന്നേറ്റ് നിൽക്കുക, അവര് ആവേശം കൊള്ളാം. അത് ഭയങ്കര ഒരു എനർജി ബൂസ്റ്റിംഗ് ആണ്. നമ്മൾ കുറച്ചുകൂടെ കുറച്ച് ചാർജ് ആവും. നന്നായിട്ട് ഒന്നുകൂടെ പാടാം. സോളോ പാടുമ്പോഴേ പലപ്പോഴും ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള തമിഴ് പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടല്ലോ. പയ്യങ്കാർ വീട്ടാടകയൊക്കെ പാടിയിട്ടുണ്ടല്ലോ. അപ്പം തമിഴ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അതിനൊരു കൃത്യമായിട്ട് ഒതന്റിക് ആയിരിക്കണം. നമ്മള് മലയാളവും തമിഴും കൂടിയിട്ടുള്ള തമിഴാളം വരാൻ പാടില്ല. അതിൽ നിർബന്ധം ഉണ്ടാവാറുണ്ടോ? എനിക്ക് തമിഴില് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് വരുന്ന ഭാഗം എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യമാണ്. ഈ കറക്റ്റ് ആയിട്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യണുള്ള വാക്ക് ഡിക്ഷൻ കറക്റ്റ് ആയിരിക്കണം. അപ്പം ഇപ്പം തമിഴില് നമ്മൾ ഇവിടെ മലയാളത്തിൽ നമ്മൾ നേരം എന്ന് പറയുമ്പോൾ അവിടെ നേരം എന്ന് പറയും. അപ്പൊ എനിക്കങ്ങനെ കഴിഞ്ഞ പാട്ട് ഞാൻ എന്നിയെ പൊന്നിലാവെ പാടിയപ്പോഴത്തേക്ക് ഒരു ലൈൻ അങ്ങനെ ഒരു ലൈനല്ല കുറച്ച് ലൈൻസ് അങ്ങനെ ഈ നമ്മുടെ ഈ മലയാളം ആക്സെന്റ് കയറി ലൈക്ക് ആ ഡിക്ഷൻ ഇങ്ങനെ കയറി ആത്മാർത്ഥമുള്ള ആളാട്ടോ നിങ്ങള്. ആത്മാർത്ഥമുള്ള ആളാ. കൂടുതലാണ്. അപ്പൊ അങ്ങനെ അതാണ് മെയിൻ. അപ്പൊ അത് കറക്റ്റ് ചെയ്യാൻ അവിടെ ആളുടെ ഇതൊക്കെ നമ്മൾ സ്വയം കറക്റ്റ് ചെയ്യണോ? അല്ല, അത് എന്നോട് എന്റെ മെന്റർ പറഞ്ഞു തന്നായിരുന്നു ഈ കാര്യം. നേരത്തെ തന്നെ പാടാൻ നമ്മള് ഗ്രൂമിങ് ടൈം തന്നെ പറഞ്ഞു തന്നായിരുന്നു. എടാ ഇങ്ങനെ പാടല്, നേരം തന്നെ പാടണം, അല്ലെങ്കിൽ അത് ചിത്രാമ്മയ്ക്ക് അറിയാലോ അതൊക്കെ കാര്യം അവർ പെട്ടെന്ന് പിടിക്കും. അപ്പം അത് കറക്റ്റ് ആയിട്ട്. പക്ഷെ ഞാൻ കയറിയപ്പോഴത്തേക്ക് എന്റെ ടെൻഷൻ കൊണ്ട് ഞാൻ അത് നേരം നിങ്ങൾ പാടി. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.